ഉണ്ണി ടൈക്ക് പോയല്ലോ ആർട്ടിസ്റ്റ് സ്റ്റഡി അല്ലേ ഓർമ്മ നേരെ ആക്ഷനിൽ അവിടുന്ന് വരണം. അവിടുന്ന് വരുമ്പോൾ 3 സൈഡിൽ നിന്ന് 3 പേര് വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പൊ അവരെ കാണുമ്പോൾ പേടിക്കണം. ബട്ടണോട് കൂടിയിട്ട് നമ്മൾ കട്ട് പറയും. ഓക്കെ അല്ലേ? പിന്നെന്താ പേടിക്കാച്ചല്ലേ? ഓക്കെ. ആരാ 3 പേര്? ആർക്കാ ഡയലോഗ്? ആർക്കാ പറഞ്ഞ ഡയലോഗ്? വെട്ടണല്ലടാ, വെട്ടണ വെട്ടി തീർക്കടാ പട്ടിയെ, വെട്ടി തീർക്കടാ പട്ടിയെ. ചെയ്യോ? ഫൈറ്റ് സീനാണ്. മൊത്തം ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. നായകൻ ആരോമലാണ്. നമുക്കേ ആ മറ്റേ മോണിറ്ററിന്റെ പുറകിൽ പോകണ്ട. എവിടെ പൊസിഷൻ പറഞ്ഞു കൊടുത്തു? 3 സ്ഥലത്ത് മാറി കേളപ്പോ. വീഴ്ത്തുന്ന സമയത്തെ നായിക വണ്ടിയിൽ വന്നിറങ്ങുന്ന സീൻ നമ്മൾ എഴുതി വെച്ചാ എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ഡയറക്ടർ ഞാനല്ലേ, ഞാൻ ചെയ്തോളാം. തോന്നിയ സോറൊന്ന് എഴുതി വെച്ചാൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന പാടാൻ എനിക്കറിയും. തന്നോട് ഞാൻ മറ്റേ സീൻ മാറ്റാൻ പറഞ്ഞല്ലേ, അത് മാറ്റി എഴുതുമ്പോ എടുത്തോ. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ക്യാമറ. സീൻ ഷോട്ട് ടേക്ക് ആക്ഷൻ. അവിടെ സോനുമേ ആട്ടോട് 2 ബക്കറ്റ് ബ്ലഡ് കൊണ്ടുവരാൻ പറ. അടുത്ത സീൻ. ക്ലൈമാക്സ് അല്ലേ മാറ്റേണ്ടതില്ലേ? ഞാൻ പടം തന്നെ മൊത്തം മാറ്റി വെച്ചിട്ടിരിക്കുകയാണ്. നമസ്കാരം സാറേ. എന്താ മേക്കപ്പ് വിളിച്ചിട്ടേ ഫാസിലിന്റെ കൈ മുറിഞ്ഞു പോകുന്ന സ്ഥലമല്ലേ, അപ്പൊ അവിടെ നന്നായി മേക്കപ്പ് ചെയ്യാൻ പറയും. ബ്ലഡ് റെഡിയാക്കി സാറേ ഉപയോഗിക്കല്. അതെ അറിയാതിരിക്കും. എന്തോ ഇല്ല സാറേ, ട്രെയിനിങ് ഒക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. എങ്ങനെയുണ്ട് അനുഭവം? എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ്. മീറ്ററൊക്കെ മനസ്സിലായില്ലേ? അപ്പോഴാണ് സാറിന്റെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി നടന്നത്. സാർ ഇപ്പൊ എന്റെ ക്യാരക്ടർ എപ്പോഴാണ് തുടങ്ങിയത് സാർ? അല്ല, ആ സിനിമ അല്ലത്. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു ഹൊറർ പടമാണല്ലോ, ഒരു യക്ഷിക്കഥയായിരുന്നു. ആ സിനിമ തൽക്കാലം നിർത്തി വെച്ചു. അയ്യോ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ ട്രെൻഡ് എന്ന് പറഞ്ഞ വയലൻസിന് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു കൊട്ടേഷൻ പടമാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് മതി നായകനാക്കി. അല്ല, അത് പറ്റില്ല. അതിന്റെ പ്രൊഡ്യൂസർ സൂപ്പർ സ്റ്റാറിനെ വേണമെന്ന് പറഞ്ഞിരിക്കുക. ഒരു നിരപരാധിയായ പയ്യനെ 3-4 പേര് കൂടി വെട്ടിക്കൊല്ലുന്നു. ആ പയ്യനെ വേണ്ടിയിട്ട് നമ്മുടെ നായകൻ വന്ന് ഓരോരുത്തരും മൃഗീയമായി കൊല്ലുന്ന സീനാണത്. അപ്പൊ അതിലാ നമുക്ക് നായകനെ മാറ്റാൻ പറ്റില്ല. സാർ അപ്പൊ ഞാനപ്പോ ഇനിയും കാത്തിരിക്കേണ്ടി വരുമോ സാർ? അല്ല, ഇപ്പൊ അനുഭവം ഉണ്ടല്ലോ, പഠിച്ചല്ലോ നമ്മള് ഇല്ലേ, മീറ്ററൊക്കെ മനസ്സിലാക്കിയില്ലേ. ഇനി ഏത് ഡയറക്ടർ എടുത്തും ധൈര്യമായിട്ട് ചെന്ന് ചോദിക്കാം. പിന്നെ യക്ഷിക്കഥ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഹരോമിലൊരു വേഷമുണ്ട്. പിന്നെ ഇനി ഡയറക്ടർമാരൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കുറച്ച് കാശൊക്കെ ഉള്ള ആളല്ലേ, ഒരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ നമ്മുടെ അനുഭവമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്തൊക്കെ കാണിക്കേ, മീഡിയയിലൊക്കെ വരട്ടെ കേട്ടോ. സുനിമേ എന്താ മറ്റെന്താ ഇനിയിപ്പോ എന്താ ചെയ്യുന്നേ? ടെൻഷൻ അടിക്കല്ല. അടുത്ത സിനിമയിൽ നായകനാക്കാൻ സാറ് പറഞ്ഞല്ലോ. പറഞ്ഞ സുഖ സാറ് വലിയ സിനിമകളിലേക്കുള്ള ചവിട്ടുപൊടിയാണ് ഷോർട്ട് ഫിലിം. ഒരു ഐഡിയ ഉണ്ട്. ആ ഷോർട്ട് ഫിലിം നായകനാക്കും ഞാൻ. അമ്മേ, ഈ സംവിധായകനെ 37 സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട്. അതിൽ 7 സിനിമയ്ക്ക് അവാർഡ് കിട്ടി. എനിക്ക് മനസ്സിലായിട്ടില്ല. അമ്മ ഈ സിനിമയൊന്നും കാണില്ല. പിന്നെ അമ്മ സിനിമ കണ്ടിരുന്നെങ്കിലേ ഇപ്പൊ ജ്വല്ലറി 4 ആവൂല. അമ്മേ, എന്നെ കുറിച്ച് ഞാൻ തന്നെ പറയണത് മോശ. അമ്മ എന്നെ കുറിച്ച് കയറ്റി പറയണം. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. സാറ് ചായ കുടി. സാറോ? ഒരു സ്ക്രിപ്റ്റിന്റെ മീറ്റിംഗിലാ. വരുമല്ലോ അല്ലേ? ഇവിടെ അച്ഛ വരുവേ. അപ്പം മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് പറഞ്ഞാൽ മതി. അമ്മ ഇങ്ങനെ സമയം കിട്ടിയത് ഭാഗ്യാണ്. പിന്നെ അല്ലാതെ ഞാനിപ്പോ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോ അതൊന്നും കൂടി മാറ്റി എഴുതിയിട്ട് കേട്ടാ. നമസ്കാരം. ഇരിക്കും സാറേ. ഞാൻ ആരോമൽ ജ്വല്ലറിയുടെ അമ്മ. ഓണറാണ്. നമസ്കാരം. മന്മഥൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ സാറിൻ്റെ? ഡയമണ്ട് ഓക്കെ മന്മഥം പറഞ്ഞിരുന്നു. ശരി ഓക്കെ. മോനെ അഭിനയിക്കണം. നന്നായിട്ട് അഭിനയിക്കും. അവന് അങ്ങനെ ഒരു പാഷൻ ഉണ്ടെങ്കിലേ പിന്നെ അത് നടക്കട്ടെ എന്ന് വെച്ചു. അപ്പോഴാ പറഞ്ഞ ഇങ്ങനെ സാറിനെ കാണണമെന്നേ. അഭിനയിച്ചിട്ടുണ്ടോ?
സാറേ ഞാൻ തന്നെ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഷോർട്ട് ഫിലിം ഉണ്ടാവും. പിന്നെ അവൻ നന്നായിട്ട് അഭിനയിക്കും. അതൊക്കെ നിന്റെ കയ്യിലില്ലേ? സാർ ഞങ്ങൾ തന്നെ എടുത്തതാ. പ്രൊഡ്യൂസ് ചെയ്തൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. അതിൽ ഞാൻ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓ, ഞാൻ പോലീസിന്റെ വേഷത്തിലാണ്. SI ആയി. എന്താണ് പഠിപ്പിച്ചത്? ഗ്ലാസ് ആണ്. ഗ്ലാസോ? ഗ്ലാസ് മാത്രമേ ഉള്ളോ? കുപ്പി. കുപ്പിയിൽ എന്താണ് ചോദിച്ചത്? മദ്യം. മദ്യം എന്ന് പറയാൻ നിനക്ക് എന്ത് ധൈര്യം വന്നടാ? എടാ, ഈ ചെറുപ്രായത്തിലൊക്കെ നിങ്ങൾ മദ്യം കഴിച്ചാ നിങ്ങളുടെ കൂമ്പ് പാടിപ്പോയി. നിങ്ങളെപ്പോലുള്ള യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള മദ്യവും മയക്കുമരുന്നും കാരണമാണ്. അറിയോ? SI വിശ്വജിത്തിന്റെ ഈ സ്റ്റേഷൻ പരിധിയിൽ ഈ ഒരു കാര്യം ഞാൻ അനുവദിക്കില്ല. ഈ കേരളം മുഴുവൻ ഞാൻ ലഹരി വിമുക്തമാക്കും. ഇനി മേലിത് ആവർത്തിക്കരുത്. നടക്ക്, നിങ്ങൾ രണ്ടാളെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇനി മേലിൽ നിങ്ങൾ ആവർത്തിക്കരുത് കേട്ടോ. നിങ്ങളുടെ താക്കീതായത്. കുഴപ്പമില്ല. വേറെ ഉണ്ട്. അത് ആയിട്ടില്ലല്ലേ മോനെ? ഒന്ന് റിലീസ് ആവാനുണ്ട്. അപ്പൊ അയച്ചു കൊടുക്കണം സാറിന്. ഇതെന്താ സംഭവം എന്നറിയാമോ? എൻ്റെ ഇത്രയും കാലത്തെ ഈ സിനിമ എക്സ്പീരിയൻസിൽ ഞാൻ ഒരുപാട് നടന്മാരെ കണ്ടിട്ടുണ്ട്. പല ആളുകളും പല തരത്തിലുള്ള ആളുകളാണ്. ഇപ്പോൾ ചില ആളുകൾക്ക് നല്ല കഴിവുണ്ടാവും, പക്ഷെ അവർക്ക് ചിലപ്പോൾ അവസരങ്ങൾ കിട്ടിക്കൊള്ളുന്നില്ല. ഇപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന വലിയ നടന്മാരുണ്ടല്ലോ, അവരെക്കാട്ടിലൊക്കെ വലിയ നടന്മാരായിട്ട് ഒരു പക്ഷേ അവർ മാറുമായിരുന്നു. പക്ഷേ ഭാഗ്യം അവരെ തുണയ്ക്കാത്തത് കൊണ്ട് അത്തരത്തിലുള്ള ആളുകളൊക്കെ എവിടേക്കോ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ചില കൂട്ടരുണ്ട്, അവർ സിനിമകളൊക്കെ കണ്ട് അഭിനയമൊക്കെ നോക്കി അതിലൊക്കെ ഒരുതരം ഭ്രമം മൂത്ത് ഇവർക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം തുടങ്ങും. അവർക്ക് അഭിനയത്തോടൊരു പാഷൻ ഉണ്ടായി വരികയാണ്. പാഷൻ ഉണ്ടാവും, അതായത് ആഗ്രഹം ഉണ്ടാവും. അവർക്ക് തോന്നുകയാണ് ഏത് കഥാപാത്രവും എനിക്ക് വളരെ നിഷ്പ്രയാസമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്കുണ്ടാവും. അപ്പോൾ ഈ കോൺഫിഡൻസ് വെച്ചിട്ടാണ് അവർ സിനിമ സംവിധായകരെയും അല്ലെങ്കിൽ ലൊക്കേഷനിലൊക്കെ പോയിട്ട് എനിക്ക് അഭിനയിക്കാൻ അറിയും എന്നൊക്കെ പറയുന്നത്. പക്ഷെ അവർക്ക് ഈ സ്കില്ലുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ തിരിച്ചറിയേണ്ടതാണ്. അത് വേറൊരാൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് പാഷൻ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, ആഗ്രഹം. നമുക്കതിനുള്ള സ്കില്ലുണ്ടോ എന്നും കൂടെ നമ്മൾ നോക്കണം. ഇല്ലെങ്കിൽ നമ്മളിതിൻ്റെ പിന്നാലേക്ക് ഇങ്ങനെ അന്വേഷിച്ച് അലഞ്ഞ് അവസാനം വീട്ടുകാരെയും വെറുപ്പിച്ച് നാട്ടുകാരെയും വെറുപ്പിച്ച് എവിടെ എത്തിപ്പെടാതെ അവസാനം നമ്മുടെ ശരീരവും ക്ഷീണിക്കും, കയ്യിൽ പൈസ ഉണ്ടാവില്ല. അങ്ങനെ പല ആളുകളും ഈ ആശുപത്രി വരാന്തയിലൊക്കെ കിടന്ന് മരിച്ചു പോയിട്ടുള്ള ആളുകളുണ്ട് ഇങ്ങനെ അലഞ്ഞിട്ട്. അപ്പോൾ അതിന് നമ്മൾ മെനക്കെടരുത്. ഇപ്പം എന്താ ജോലി എന്ന് പറഞ്ഞാൽ ജ്വല്ലറി. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് നന്നായിട്ട് നടത്തുക, അത് നന്നായി നടക്കട്ടെ. ഒപ്പം ഇതേപോലെ അഭിനയത്തിൻ്റെ ഒരു ഏരിയയും കൂടി നമുക്ക് ഒരു അന്വേഷണമൊക്കെ നടത്താം. അത് കുഴപ്പമൊന്നുമില്ല, അത് നല്ലതാണ്. നമ്മളെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു എന്താ പറയുക, ഈ പാഷൻ്റെ പിന്നാലെ പോകുന്ന പരിപാടി അത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു ജ്വല്ലറിയിലൊക്കെ തന്നെ വെക്കും, അതാണല്ലേ. ന്യായം മായം